Now we'll deal with market concentration. So ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടുമുള്ളത് മീനിങ് ഉണ്ട്, മെഷർ ഉണ്ട്, ഹെഫിൻഡാൽ ഇൻഡെക്സ് ഉണ്ട്, കോൺസെൻട്രേഷൻ റേഷ്യോ ഉണ്ട്, ലോറൻസ് കർവ് ഉണ്ട്. ദർ ആർ അതർ റേഷ്യോസ് ആസ് വെൽ. പക്ഷേ നമ്മൾ ഇത്രയും മാത്രമേ നമ്മുടെ സിലബസിലുള്ളൂ. സോ മാർക്കറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾസോ സെല്ലേഴ്സ് കോൺസെൻട്രേഷൻ. എത്ര ഡിഗ്രി ഓഫ് സെല്ലേഴ്സ് കോൺസെൻട്രേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. സെല്ലർ തന്നെയാണല്ലോ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സെല്ലേഴ്സ് കോൺസെൻട്രേഷൻ ഉറപ്പായിട്ടും നമ്മുടെ ഒരു ഫേമിൻ്റെ ബിഹേവിയർ, ഒരു മാർക്കറ്റിലുള്ള ഫേമിൻ്റെ ബിഹേവിയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. മാർക്കറ്റ് കോൺസെൻട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി, അത് കുറച്ച് ആൾക്കാരാണ്, കുറച്ച് ലീഡിങ് പ്രൊഡ്യൂസേഴ്സാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, അതോ എല്ലാ ഫേംസും കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഈ ലീഡിങ് ഫേംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ്ലി ഈ മാർക്കറ്റിൽ എൻഗേജ് ചെയ്യുന്ന, അതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ ശേഷിയുള്ള ചില ഫേംസുകൾ മാത്രമാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ നോക്കും. സോ ഇഫ് ഒരു കുറച്ച് ലീഡിങ് ഫേംസ് മാത്രമേ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ വി വിൽ സേ ദാറ്റ് ഹൈ മാർക്കറ്റ് കോൺസെൻട്രേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഫേം മാത്രമേ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ വി വിൽ സേ ദാറ്റ് ഇറ്റ്സ് മൊനോപ്പൊളി. ഇപ്പോൾ രണ്ട് ഡിറ്റർമൈനിങ് വേരിയബിൾസ് ആണുള്ളത്. ഒന്ന് നമ്പർ ഓഫ് ഫേംസും, രണ്ട് റിലേറ്റീവ് സൈസ് ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പം കോൺസെൻട്രേഷൻ നമുക്ക് 3 തരത്തിൽ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. വൺ ഈസ് ഓണർഷിപ്പ് ഓഫ് ദി ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയുടെ മേജർ ഓണർഷിപ്പ് ആരാണ്, ഇത് ഫേമാണ് എന്നുള്ളത് നോക്കിയിട്ട്. രണ്ട്, ഡിസിഷൻ മേക്കിംഗ് പവർ. ഒലിഗോപ്പൊളി നമ്മൾ പഠിക്കുന്നുണ്ട്. ചില ഫേംസ് ലീഡർഷിപ്പ് ഫേംസ് ഉണ്ട്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പവർ എങ്ങനെയാണുള്ളത്, അല്ലെങ്കിൽ ചില രീതിയിൽ പറയുകയാണെങ്കിൽ ചില ലൊക്കേഷൻസിൽ മാത്രം കോൺസെൻട്രേഷൻ ഓഫ് ഫേംസ് ഉണ്ട്. നമ്മളിത് ലൊക്കേഷൻ തിയറിയിൽ പഠിച്ചിട്ടുണ്ടായി. ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിലുള്ള ഫേമിൻ്റെ പെർഫോമൻസിനെ, പ്രോഫിറ്റബിലിറ്റിനെ, പ്രൈസ് കോസ്റ്റ് മാർജിനെ, പിന്നെ ഗ്രോത്ത് ഓഫ് ദ ഫേമിനെ, ടെക്നോളജിക്കൽ പ്രോഗ്രസ്സിനെ ഒക്കെ ഇത് ഉറപ്പായിട്ടും ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ നമ്മൾ ഡുവോപ്പൊളി പഠിക്കുന്ന സമയത്ത്, കോർണട്ടിൻ്റെയൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു മോഡലാണ് ഹെഫിൻഡാൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H=σQi/Q ഹോൾ സ്ക്വയർ. അതായത് ഒരു ഫേം എത്ര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ മാർക്കറ്റ് സൈസ് ഡിവൈഡ് ബൈ മാർക്കറ്റിൻ്റെ സൈസ്, അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ അങ്ങനെ ഓരോ ഫേംസിൻ്റെ അടുത്ത് സമ്മേഷൻ ചെയ്യുന്നതാണ് നമ്മുടെ ഹെഫിൻഡാൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളത് ഇനി കാണും. ഓക്കെ, ഇപ്പം ഈ കോൺസെൻട്രേഷന് എന്തൊക്കെ കാര്യങ്ങളാണ് ട്രിഗർ ചെയ്യുന്നത്? അപ്പം ട്രിഗർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാരിയേഴ്സ് ടു എൻട്രീനെയാണ് ഉദ്ദേശിക്കുന്നത്. കോൺസെൻട്രേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ഇപ്പോൾ ഫേമിന് ആബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ആ ഫേം ഉറപ്പായിട്ടും കുറച്ചുകൂടെ ബെറ്റർ ഓഫ് ആയിരിക്കും, മാർക്കറ്റ് കൂടുതലായിരിക്കും. രണ്ടാമത്തെ, എക്സ്ക്ലൂസീവ് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ, അതായത് റോ മെറ്റീരിയൽസ്, ഇപ്പം ചില കമ്പനീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് റോ മെറ്റീരിയൽസ് വേണം. ആ റോ മെറ്റീരിയൽസ് ഒന്നെങ്കിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് പ്രൊക്യൂർ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഇൻഡസ്ട്രീസ് ഉണ്ടാകും. ആ റിലേറ്റഡ് ഇൻഡസ്ട്രീസും ഇപ്പം ടാറ്റയൊക്കെ ആണെങ്കിൽ ടാറ്റയുടെ കാറിന് ടാറ്റയുടെ സ്റ്റീൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മൂന്നെന്ന് പറയുന്നത് ഇന്നബിലിറ്റി ഓഫ് എൻട്രൻസ് ടു അക്സസ് നെസസറി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ബാരിയേഴ്സ് ടു എൻട്രി ആയിട്ട് ഇത് വർക്ക് ചെയ്യും. പിന്നുള്ളത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനാണ്. ഇപ്പം പുതിയ എൻട്രൻറ്റ് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റുമായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ആ എൻട്രൻറ്റിനേക്കാളും ഓപ്പോസിറ്റ് ഫേം അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ഫേമിന് സുപ്പീരിയർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അത് ഇതിനെ വലിയ ഗുണം ഉണ്ടാക്കുകയില്ല. അതുപോലെ തന്നെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ഫേമിനെ ഭയങ്കര ഇഷ്ടമാണ്. അക്യുമുലേറ്റഡ് പ്രിഫറൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഫേമിനാണ് എങ്കിൽ പുതിയ എൻട്രൻറ്റ് വന്നിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ കൺട്രോൾ. അപ്പം നമ്മൾ ഇനിയും പഠിക്കാനായിട്ട് പോകുന്ന മെഷർമെൻറ്റ് ഓഫ് സെല്ലേഴ്സ് കോൺസെൻട്രേഷൻ ആണ്. ഈ മെഷർമെൻറ്റ് പഠിക്കുന്ന കൂടെ തന്നെ ഈ മെഷർമെൻറ്റ് ഇൻഡെക്സുകൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പഠിക്കും. അപ്പം നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കല്ല, പക്ഷേ ഇത് നമുക്ക് കുറച്ച് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം, ചില ഇൻഡെക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മൊണോപ്പൊളി പവർ ഒരു ഫേമിന് എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ ഓവറോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് മൊണോപ്പൊളി ആണോ അവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒളിഗോപ്പൊളി ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. അപ്പം റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായല്ലോ. നമ്മൾ ജനറൽ കണ്ടീഷൻസ് ഓരോ റേഷ്യോസും സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് പഠിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്തും നമുക്ക് കുറച്ച് റേഷ്യോസ് അല്ലെങ്കിൽ ചില പ്രപ്പോർഷൻസ് അല്ലെങ്കിൽ ചില റിലേഷൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതുകൊണ്ടാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു
ആംബിഗ്യസ് അല്ലാത്ത ഒരു അൺആംബിഗ്യസ് ആയിട്ടുള്ള ഒരു റാങ്കിങ് നമുക്ക് നമ്മുടെ മെഷറിൽ നിന്ന് കിട്ടേണ്ടത് അത്യാവശ്യമുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് ഫേംസ് വെച്ചിട്ടുള്ള ഒരു ഡയഗ്രം നമ്മൾ കോൺസെൻട്രേഷൻ ഡയഗ്രം നമ്മൾ വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് നമ്പർ ഓഫ് ഫേംസും വൈ ആക്സിസ് എന്ന് പറയുന്നത് മാർക്കറ്റ് സപ്ലൈ ക്യുമുലേറ്റീവ് മാർക്കറ്റ് സപ്ലൈ ആണ്, ഇൻ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ 3 ഇൻഡസ്ട്രീനെയാണ് ഇമാജിൻ ചെയ്യുന്നത്. ഇൻഡസ്ട്രി നമ്പർ 1, ഇൻഡസ്ട്രി നമ്പർ 2, ഇൻഡസ്ട്രി നമ്പർ 3. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഫസ്റ്റ് ഇൻഡസ്ട്രി നമുക്ക് കാണാനായിട്ട് തന്നെ പറ്റും. ഫസ്റ്റ് ഇൻഡസ്ട്രി ബാക്കിയുള്ള ഇൻഡസ്ട്രീനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കൂടുതലാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് സപ്ലൈ കൂടുതലായിട്ടായിരിക്കണം. അപ്പം ഇൻഡസ്ട്രി നമ്പർ 1 ഇസ് മോർ കോൺസെൻട്രേറ്റഡ് നമുക്ക് പറയാനായിട്ട് പറ്റും, കാരണം ബാക്കിയുള്ളവരെയൊന്നും ടച്ച് ചെയ്തില്ല. പക്ഷേ ഇൻഡസ്ട്രി നമ്പർ 2 ഉം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഓവർലാപ്പ് ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഇൻഡസ്ട്രി ആണ് ബെറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അത് സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ആംബിഗിറ്റി നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംശയം, കൺഫ്യൂഷൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ മെഷർ ഷുഡ് ബി എ ഫംഗ്ഷൻ ഓഫ് കമ്പൈൻഡ് മാർക്കറ്റ് ഷെയർ ഓഫ് ദി ഫേംസ്, അല്ലാണ്ട് ആബ്സല്യൂട്ട് സൈസ് ഓഫ് ദ ഫേം വെച്ചിട്ടായിരിക്കില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേംസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കുറയും. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പം കൊച്ചു ഫേംസിൽ നിന്ന് സെയിൽ വലിയ ഫേംസിലോട്ട് വരുമ്പം കോൺസെൻട്രേഷൻ ഉറപ്പായിട്ടും കൂടും. അഞ്ചാമത്തെന്ന് പറയുന്നത് ഇപ്പം പ്രപ്പോർഷൻ ഓഫ് മാർക്കറ്റ് ഷെയർ കുറയുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് മാർക്കറ്റ് ഷെയറും സെയിം അളവിൽ തന്നെ കുറയും. ഇപ്പം മെർജർ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുകയാണ് എങ്കിൽ നമ്മുടെ ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ കൂടും എന്നുള്ളതാണ് ആറാമത്തെ പോയിന്റ്. ഇപ്പം നമുക്ക് പ്രോപ്പർ മെഷർമെൻറ്റിലോട്ട് കിടക്കാം. ഒന്നാമത്തെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ റേഷ്യോ ആണ്. കോൺസെൻട്രേഷൻ റേഷ്യോ ആണ് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് കോൺസെൻട്രേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പം ഇതെന്ന് പറയുന്നത് സമ്മേഷനാണ് നമ്മൾ എടുക്കുന്നത്. അതായത് നമ്മൾ ആദ്യം മാർക്കറ്റിലുള്ള മാർക്കറ്റ് ഷെയർ നോക്കുന്ന ഫേംസിൻ്റെ അതിനകത്ത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 4 ഫേംസിനെയാണ് നോർമലി എടുക്കുന്നത്. ചിലപ്പോൾ 8 ഫേംസിനെ എടുക്കാറുണ്ട്, ചിലപ്പോൾ 20 ഫേംസിനെ എടുക്കാറുണ്ട്. അപ്പം നമ്മൾ ടോപ്പായിട്ടുള്ള 4 ഫേംസിനെ എടുക്കുന്നു. എന്നിട്ട് അവരുടെ ഷെയർ എത്രയാണ്, ലൈക്ക് മാർക്കറ്റ് ഷെയർ വെച്ചിട്ടാണല്ലോ ടോപ്പ് ഫേംസിനെ നമ്മൾ ഓർഡർ ചെയ്യുന്നു. ഇതിനകത്ത് ടോപ്പായിട്ടുള്ള 4 പേരെ എടുക്കുന്നു. എന്നിട്ട് അതിനെ എല്ലാം കൂടെ സം ചെയ്യുന്നു. അത്രയും എളുപ്പമുള്ളൊരു പരിപാടിയാണ് കോൺസെൻട്രേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് സിഗ്മ PI. ഇപ്പം ചില ബുക്കുകളിൽ നമ്മൾ കാണാറുണ്ട് സിഗ്മ SI എന്നും കാണാറുണ്ട്. ഇറ്റ്സ് സെയിം സം ഓഫ് മാർക്കറ്റ് ഷെയർസ് ഓഫ് ലാർജസ്റ്റ് n നമ്പർ ഓഫ് ഫേംസ് പെർസെൻറ്റേജ് ഫോമാറ്റിലാണ്. ഇപ്പോൾ എക്സാമ്പിൾ വിചാരിച്ചു ഫേം 1ൻ്റെ മാർക്കറ്റ് ഷെയർ 25, ഫേം 2ൻ്റെ 20, ഫേം 3യുടെ 15, ഫേം 4ൻ്റെ 10% ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 70% കിട്ടും. ദാറ്റ് മീൻസ് 70% എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒളിഗോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 0 to 40% നമ്മൾ പറയും ആ പെർട്ടിക്കുലർ മാർക്കറ്റിൽ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അല്ല എന്ന് പറയും, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെന്ന് പറയും. അതായത് മൊണോപ്പൊളി ഒന്നും ഇല്ല, ഭയങ്കര കോമ്പറ്റീഷൻ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെ കോമ്പറ്റീഷൻ നിൽക്കുന്നുണ്ട്. 0 ആണെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. 40 to 60 ആണെങ്കിൽ മോഡറേറ്റ് കോൺസെൻട്രേഷൻ, ഗ്രേറ്റർ ദാൻ 60 ആണെങ്കിൽ ഒളിഗോപ്പൊളി, 100% ആണ് എങ്കിൽ മൊണോപ്പൊളി. ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻറ്റയർ കോൺസെൻട്രേഷൻ കർവിനെ ഇത് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു മാർക്കറ്റ് കോൺസെൻട്രേഷൻ കർവിൻ്റെ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്ക് ഇപ്പോൾ അത് നേഷൻ ആയിട്ടോ അല്ലെങ്കിൽ അത് ഇൻഡസ്ട്രിയുമായിട്ടൊന്നും കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളത്. പിന്നെ നമുക്ക് നല്ല പക്ക ഡേറ്റ കിട്ടണം. അപ്പം നമുക്ക് ഫൈനൽ ക്ലാസിഫിക്കേഷന് വേണ്ടി ഡേറ്റ കിട്ടുന്നില്ല എന്നുള്ള അല്ലെങ്കിൽ യൂസേജിന് വേണ്ടിയുള്ള ഡേറ്റ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എൻട്രി ഓഫ് ഫേംസിനെ കുറിച്ച് ഇത് പറയുന്നില്ല, അതായത് പ്രസൻസിനെ കുറിച്ചും പറയുന്നില്ല, അല്ലെങ്കിൽ ആബ്സെൻസിനെ കുറിച്ചും ഇത് മെഷർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഹെഫിൻഡാൽ ഹെഷ്മാൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞ HHI എന്ന് പറയുന്നത്. ഇപ്പം ഹെഫിൻഡാൽ ഹെഷ്മാൻ ഇൻഡെക്സ് H = സിഗ്മ PI സ്ക്വയർ. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ സിഗ്മ PI ആയിരുന്നു. ഇതെന്താണ്? സിഗ്മ PI സ്ക്വയർ ആണ്. PI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓഫ് ith ഫേം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദി ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ ഫേംസിൻ്റെ എടുക്കുന്നു, നമ്മൾ സ്ക്വയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഹെഫിൻഡാൽ ഇൻഡെക്സിൽ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ്. ഇപ്പം അതിന് നമ്മൾ വേറൊരു മെത്തേഡൂടെ യൂഷ്വലി ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് HHI = സിഗ്മ SI സ്ക്വയർ. അതായത് SI എന്ന് പറയുന്ന SI ഈസ് ഇൻ ഡെസിമൽ, 0 to 1 എന്ന് പറയുന്ന ഡെസിബൽ നമ്പറിലാണ് വരുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ F1 എന്ന് പറഞ്ഞാൽ 25 ആണ്, ലൈക്ക് F1 25, F2 35, F3 12,
F4 28% ആണ് എങ്കിൽ 25 സ്ക്വയർ പ്ലസ് 35 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ പ്ലസ് 28 സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 2778 കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പം ആ ഒരു മെഷർമെൻറ്റാണ് നോക്കുന്നതെങ്കിൽ 1500 താഴെയാണെങ്കിൽ അൺകോൺസെൻട്രേറ്റഡ് ആണ്, അതായത് കോമ്പറ്റീഷൻ ഉണ്ട്. 1500-നും 2500-നും ഇടയിലാണ് എങ്കിൽ മോഡറേറ്റ് കോൺസെൻട്രേഷൻ ഉണ്ട്. 2500-നും മണ്ടക്കോട്ടാണെങ്കിൽ ഹൈലി കോൺസെൻട്രേഷൻ ഉണ്ട് എന്ന നിലയ്ക്ക്. അപ്പം അങ്ങനെ HHI ചെയ്യാറുണ്ട്. പിന്നെ HHI -1/n ഡിവൈഡ് ബൈ 1-1/n ചെയ്യുകയാണെങ്കിൽ നമുക്ക് HHI ഒരു 0-1 സ്കെയിലിൽ നമുക്ക് കിട്ടും. ആ സ്കെയിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ മൊണോപ്പൊളിയുടെ കേസ് ആണെങ്കിൽ HHI എന്ന് പറയുന്നത് 1 ആയിരിക്കും, അതായത് കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്, കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇപ്പം എല്ലാ ഫേംസും ഈക്വൽ ആയിട്ടുള്ള മാർക്കറ്റ് ഷെയർ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ HI എന്ന് പറയുന്നത് 1/n സ്ക്വയർ ആയിരിക്കും, അതായത് സിഗ്മ 1/n സ്ക്വയർ ആയിരിക്കും, അതായത് 1/n തന്നെ ആയിരിക്കും നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഹെർഫിൻഡാൽ ഇൻഡെക്സ് കുറവാണ് എങ്കിൽ ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. നമ്മൾ നമ്പർ ഓഫ് ഫേംസ് ഇൻക്രീസ് ചെയ്യുമ്പം ഹെർഫിൻഡാൽ ഇൻഡെക്സ് കുറയും, അതായത് കോമ്പറ്റീഷൻ കൂടുകയാണെങ്കിൽ ഹെർഫിൻഡാൽ ഇൻഡെക്സ് കുറവായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ലോറൻസ് കർവ് ആണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നത് പോലെ ലോറൻസ് കർവ് ഇറ്റ്സ് എ ബോക്സിലാണ് നമ്മൾ വരയ്ക്കുന്നത്. നടുക്കത്തെ ലൈനെ നമ്മൾ വിളിക്കുന്നത് ഇക്വാലിറ്റി, ലൈൻ ഓഫ് ഇക്വാലിറ്റി എന്നാണ് നമ്മൾ നടുക്കത്തെ ലൈനെ വിളിക്കുന്നത്. ഈ ലൈൻ ഓഫ് ഇക്വാലിറ്റി കാണിക്കുന്നത് അവിടെ കംപ്ലീറ്റ് ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ലൈൻ ഓഫ് ഇക്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്നത്. ഈ 45 ഡിഗ്രി ലൈൻ, അതാണല്ലോ നമ്മുടെ ലൈൻ ഓഫ് ഇക്വാലിറ്റി. അവിടെ 45 ഡിഗ്രി ലൈൻ അടുത്ത് വരികയാണ് എങ്കിൽ ലോവർ കോൺസെൻട്രേഷൻ ആണ്, അതായത് ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. 45 ഡിഗ്രി ലൈനിൽ തന്നെയാണെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ ബോക്സിൻ്റെ എല്ലാ സൈഡിലും 100% വെച്ചിട്ടാണ് വരുന്നത്. Y ആക്സിസിൽ ക്യുമുലേറ്റീവ് മാർക്കറ്റ് ഷെയറും X ആക്സിസിൽ നമ്മൾ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് ഫേംസുമാണ് നമ്മൾ ഇടുന്നത്. ലോറൻസ് കർവ് നമ്മളോട് കാണിക്കുന്നത് ഷെയർ ഓഫ് ദി മാർക്കറ്റാണ്, പെർട്ടിക്കുലർ ലോറൻസ് കർവ് കാണിക്കുന്നത്. ലോറൻസ് കർവിൻ്റെ പ്രധാനമായിട്ടും നോക്കുന്നത് ജിനി കോഎഫിഷ്യൻ്റ് വഴിയാണ് നമ്മൾ നോക്കുന്നതെന്നറിയാം. ഇത് ഇപ്പം ലോറൻസ് കർവിൻ്റെ ആ കർവ് കുറച്ചുകൂടി 45 ഡിഗ്രിക്ക് അടുത്താണ് എങ്കിൽ ഹൈ കോമ്പറ്റീഷൻ ഉണ്ട്, അതായത് മൊണോപ്പൊളി ഒന്നും ഇല്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അടുത്തോട്ടാണ്, കോൺസെൻട്രേഷൻ കുറവാണെന്നാണ് അർത്ഥം. പക്ഷേ ആ ട്രയാങ്കിൾ പോലെയാണ് വരുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹൈ കോൺസെൻട്രേഷൻ ആണ്. ഹൈ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ മൊണോപ്പൊളിയാണ്. പെർഫെക്റ്റ്ലി ആ ഒരു ട്രയാങ്കിൾ മാതിരിയാണ് ഇതിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഹൈ കോൺസെൻട്രേഷൻ ആണെന്ന് പറയും. ജിനി കോഎഫിഷ്യൻ്റ് 0 to 1 ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ഡേറ്റ സെൻസിറ്റിവിറ്റി ഉണ്ട്, ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ചാലഞ്ച് ഉണ്ട്, കാരണം സ്മോൾ ഡിഫറൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ മാർക്കറ്റ് ഫാക്ടേഴ്സിനെ ഓവർലുക്ക് ചെയ്യുന്നുണ്ട്. പറയാൻ വിട്ടുപോയി, ജിനി കോഎഫിഷ്യൻ്റ് A/A+B. ഇപ്പം 0 ആണ് എങ്കിൽ നമ്മൾ പറയും 1 ആണ് എങ്കിൽ മൊണോപ്പൊളി ഉണ്ടെങ്കിലും 0 ആണെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.